GST പരിഷ്കരണത്തിൽ രാഷ്ട്രീയ പോര് മുറുകുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് BJP. അതേസമയം പരിഷ്കരണം വെറും കണ്ണിൽ പൊടിയിടുന്ന നടപടി മാത്രമാണെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെയാണ് കേന്ദ്ര സർക്കാർ GST പരിഷ്കരണം നടപ്പാക്കുന്നത്. സാധാരണക്കാർ ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വില കുറയുന്നത് ബീഹാറിൽ രാഷ്ട്രീയമായി തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതീക്ഷ. ബീഹാറിൽ മാത്രമല്ല, അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, തമിഴ്നാട്, അസം, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നും BJP നേതൃത്വം കണക്കുകൂട്ടുന്നു. അതിനാലാണ് GST പരിഷ്കരണം ഉയർത്തിക്കാട്ടി രാജ്യവ്യാപക പ്രചാരണം നടത്തുവാൻ BJP തീരുമാനിച്ചിരിക്കുന്നത്. नवरात्रि के पहले दिन से देश आत्मनिर्भर भारत अभियान के लिए एक और महत्वपूर्ण और बड़ा कदम उठा रहा है. कल यानी नवरात्रि के प्रथम दिवस 22 सितंबर को सूर्योदय के साथ ही नेक्स्ट जनरेशन GST रिफॉर्म्स लागू हो जाएंगे. एक तरह से कल से देश में GST बचत उत्सव शुरू होने जा रहा है. എന്നാൽ GST പരിഷ്കരണം കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ഗുണമുണ്ടാകില്ലെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. സാധനങ്ങളുടെ വിലയിൽ താൽക്കാലികമായി കുറവുണ്ടായാലും നിർമ്മാതാക്കൾ പിന്നീട് അവ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. സ്വദേശിവൽക്കരണം പ്രോത്സാഹിപ്പിച്ചാലും രാജ്യത്തെ ചെറുകിട വ്യവസായ മേഖലയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുവാൻ അതിലൂടെ സാധിക്കില്ല എന്നും പ്രതിപക്ഷ നേതാക്കൾ പറയുന്നു. B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.